18 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് വൈകിട്ടോടെ ഭൂമിയിലേക്ക് മടങ്ങും. ആക്സിയം 4 ദൗത്യത്തിലെ യാത്രികരുമായി സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം വൈകിട്ട് 4:30 ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺഡോക്ക് ചെയ്തു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൌൺ. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ സ്വാതി എത്തും. നമസ്കാരം. For 3 nations, a new chapter in space takes flight. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശുവിന്റെ പേരിൽ ആ ചരിത്രം കുറിച്ചു കഴിഞ്ഞു. ഇനി മടക്കയാത്ര. അൺഡോക്കിങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രം. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ശുഭാംശുവിനും സംഘത്തിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ യാത്രയയപ്പ് നൽകി. 2 ആഴ്ചത്തെ ബഹിരാകാശ ജീവിതം അവിശ്വസനീയമായിരുന്നുവെന്നും ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമാണ് അതിന് ക്രെഡിറ്റ് നൽകുന്നതെന്നും ശുഭാംശു പറഞ്ഞു. 41 വർഷം മുൻപ് രാകേഷ് ശർമ്മ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശുഭാംശു ആവർത്തിച്ചു. 41 साल पहले कोई भारतीय अंतरिक्ष में गए थे और उन्होंने हमें बताया था कि ऊपर से भारत कैसा दिखता है. और कहीं ना कहीं मुझे लगता है कि हम सब ये जानना चाहते हैं कि आज भारत कैसा दिखता है. मैं आपको बताता हूँ. आज का भारत स्पेस से महत्वाकांक्षी दिखता है. आज का भारत निडर दिखता है. आज का भारत कॉन्फिडेंट दिखता है. आज का भारत गर्व से पूर्ण दिखता है. और इन्हीं सब कारणों की वजह से मैं एक बार फिर से कह सकता हूँ कि आज का भारत अभी भी सारे जहां से अच्छा दिखता है. जल्दी धरती पर मुलाकात करते हैं. ധന്യവാദ്. നാളെ കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം വീഴും. തുടർന്ന് യാത്രികരെ സ്പേസ് എക്സ് കപ്പലിലേറ്റി തീരത്തേക്ക് കൊണ്ടുപോകും. പെഗ്ഗി വിറ്റ്സൺ, സ്ലാവോ സിസ്നാൻസ്കി വിസ്നിയേവ്സ്കി, ടിബോർ കപ്പു എന്നിവരും ശുഭാംശു ശുക്ലയ്ക്കൊപ്പം മടങ്ങിയെത്തും. ഭൂമിയിൽ തിരിച്ചെത്തിയാൽ ഒരാഴ്ച വിശ്രമം. ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്തു നിന്നെത്തി ഭൂമിയിലെ ഗുരുത്വബലം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാണ് വിശ്രമം. ജൂൺ 25-നാണ് ആക്സിയം 4 ദൗത്യം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് പറന്നുയർന്നത്. ജൂൺ 26-ന് 4-അംഗ സംഘം ബഹിരാകാശ നിലയത്തിലെത്തി. നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയും ആക്സിയം സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സനാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ശുഭാംശുവായിരുന്നു മിഷൻ പൈലറ്റ്. ISROയുടെ നിർദ്ദേശപ്രകാരം കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു ബഹിരാകാശത്ത് നടത്തിയത്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വിത്തുകളുടെ പഠനത്തിലാണ് ശുഭാംശു കൂടുതൽ സമയം ചെലവഴിച്ചത്. ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കിയാണ് ആക്സിയം 4 സംഘം മടങ്ങുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.